ഹലോ ഫ്രണ്ട്സ്, പരീക്ഷയില്ലേ, പഠിക്കണ്ടേ? അപ്പോൾ ഞാൻ 2 വർഷമായി യൂട്യൂബിൽ വീഡിയോ ഇടുന്നു. അതിൽ 100-ൽ 80% ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് 100% ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? കമോൺ. അപ്പോൾ സെക്കൻഡ് പാർട്ടിലെ ടെക്സ്റ്റിൽ നിന്നാണ് അധികവും ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ ഇത് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ്. അപ്പോൾ ആദ്യത്തെ പാഠം ദേശീയ പ്രസ്ഥാനവും കേരളവും. അതിൽ നിന്ന് വരാൻ പോകുന്ന സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും. അതിൽ വരാൻ പോകുന്ന പ്രധാന നവോദരന്മാർ പൊയ്ക്കൽ യോഹനൻ, വക്കം അബ്ദുൾ ഖാദർ മൗലവി. ഇവർ 2 പേരിൽ നിന്നും ഒരാൾ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം ആൻഡ് മേൽമുണ്ട് സമരം. ഇതിൽ 2-ൽ നിന്നും ഉറപ്പാണ്, നിങ്ങൾ കരുതി വെച്ചോ. ഇതിൽ 2-ൽ നിന്ന് ഒരു ചോദ്യം വരാവുന്നതാണ്, പഠിച്ചിട്ട് പോയാൽ മതി. പിന്നെ ജനാധിപത്യവും അർത്ഥവും വ്യാപ്തിയും. ഇതിൽ യൂണിറ്റ് 9 ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, മെയിൻ പാഠമാണ്. ഇതിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യം പ്രത്യക്ഷ ജനാധിപത്യ മാർഗങ്ങൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ജനാധിപത്യം പാലിക്കാത്ത ഗവൺമെൻറ്റുകൾ. അതിൽ നിന്ന് സൈനിക സ്വേച്ഛാധിപത്യം ആൻഡ് മതരാഷ്ട്രം, പാർട്ടി സ്വേച്ഛാധിപത്യം. ഇതിൽ നിന്ന് മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 വരാൻ സാധ്യതയുണ്ട്. പിന്നെ സാമൂഹ്യം 2ാമത്തെ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻസ് വരുന്ന പാഠമാണ് ഫ്യൂഡലിസവും മധ്യകാല ലോകവും. അതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഫ്യൂഡൽ വ്യവസ്ഥയിൽ കർഷകർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എഴുതുക. ഇത് നിങ്ങൾ പരീക്ഷ പേപ്പറിൽ കണ്ടിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 14ാം നൂറ്റാണ്ടോടെ ഫ്യൂഡലിസം തകരാൻ തുടങ്ങി. ഇതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? പിന്നെ വിശുദ്ധ റോമ സാമ്രാജ്യവും പൂർവ്വ റോമ സാമ്രാജ്യം ഉണ്ട്. ഇതിൽ വന്ന് 2 പൂർവ്വ റോമ സാമ്രാജ്യം വരാൻ 100% ഉറപ്പാണ്. നെക്സ്റ്റ് ലോകത്തിലെ അറബ് സംഭാവനകൾ എന്തൊക്കെ? നെക്സ്റ്റ് യൂണിറ്റ് കാർഷിക മേഖലയും നൂതന പ്രവണതകളും. ഇതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് വിള സംവിധാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹിക ഘടകങ്ങൾ. ഇതിൽ 2 എന്തായാലും വരും, നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇനി പറയുന്ന ചോദ്യം എല്ലാ ക്ലാസ്സുകളിലും സൈലം, എഡിപോട്ട് എല്ലാ ക്ലാസ്സുകളിലും വരാൻ പോകുന്ന ചോദ്യമാണിത്. ഏകവിള കൃഷി, ബഹുവിള കൃഷി. ഇതിൽ 2-ൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം വന്നിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 100% ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരാൻ പോകുന്ന ഇടവിള കൃഷി, ഇതും പഠിച്ചു വെച്ചോ. പിന്നെ ബഹുനില കൃഷിയും വരാൻ പോകുന്നതാണ്. ഈ പോളി ഹൗസ് ഫാമിംഗ് ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടോ. ഇത് എന്തായാലും വന്നിരിക്കും, ഉറപ്പാണ്. ഇത് ഞാൻ പഠിച്ചു വെച്ചു നിങ്ങൾ, ഓക്കെ. പിന്നെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കാർഷിക ഉൽപ്പന്നങ്ങൾ എവിടെയൊക്കെയാണ് വിൽപ്പനയ്ക്കായി പോകുന്നു. ഇതും നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇത് വരാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നു, നിങ്ങളത് പഠിച്ചു വെച്ചോ. പിന്നെ നെക്സ്റ്റ് പാഠമാണ് പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഇത് ലാസ്റ്റ് പാഠമാണ്. ഇതിൽ നിന്നായിരിക്കും ഷുവർ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, ഓക്കെ. ബ്രിട്ടൻ നടപ്പിലാക്കിയ വാണിജ്യ നിയമങ്ങൾ എന്തെല്ലാം? ഇത് പഠിച്ചു വെച്ചോ. ഇത് ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരാൻ പോകുന്നത് 1ാം ഫിലാഡൽഫിയ കോൺഗ്രസ്, 2ാം ഫിലാഡൽഫിയ കോൺഗ്രസ്, 3ാം ഫിലാഡൽഫിയ കോൺഗ്രസ്. ഇതിൽ 3-ൽ നിന്നും 2 വരും, അത് 2ാം 3ാം ആയിരിക്കും, ഓക്കെ. പിന്നെ വരാൻ പോകുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസക്തി. ഈ 4 2 തരും, 2 പഠിച്ചു വെക്കണം. അതിൽ 2 ഏതാണ്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന നിലവിൽ വന്നു. 2ാമത്തത് ഫെഡറൽ ഗവൺമെൻറ് എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തു. പിന്നെ ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും. ഇതിൽ വരാൻ പോകുന്ന ചോദ്യം ഒക്ടോബർ വിപ്ലവം ആയിരിക്കും, നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇത്ര പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. ഞാൻ 2 വർഷമായി ചോദ്യം ഇടുന്നു. ഇതിൽ 100-ൽ പറഞ്ഞില്ല, 100-ൽ 80% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അവരൊക്കെ പഠിച്ചിട്ടാണ് ഇത് നേടുന്നത്. നിങ്ങൾ പഠിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് 40-ൽ ഒരു 35 മാർക്കെങ്കിലും നേടിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. നിങ്ങൾക്കിത് കമൻറ്റ് ഇട്ടോ, ചോദ്യം വന്നാൽ കമൻറ്റ് ഇടണം, ഓക്കെ. ബായ്.